ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. കുറേ ദിവസമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലേ. എനിക്കും നല്ല ക്ഷീണമാണ്, തീരെ വയ്യ എനിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണ നേരമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പോവുക വരിക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ഇന്നലെ വൈകിട്ടാണ് വന്നത്. സോഡിയം കുറഞ്ഞിട്ട് സോഡിയം കയറ്റിയിട്ട് നമ്മൾ വന്നു, സന്ധ്യയ്ക്കൊക്കെ വന്നു. അതുപോലെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ 2 നേരം പോകുന്നുണ്ട്. അപ്പോൾ അത് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച കാനുല മാറ്റാനായിട്ട് നമ്മളൊന്ന് പോയിട്ട് വന്നു. അത് കഴിഞ്ഞ് ശനിയാഴ്ച വയ്യാതെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തറവാട്ട അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പ്രതിഷ്ഠ ദിനാണ്, മീനമാസത്തിൽ ചോദ്യം നാളിലാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിനും കൂടി ഒന്ന് പോകാനായിട്ട് പറ്റിയില്ല. പക്ഷെ നമ്മൾ പങ്കെടുത്തില്ലെങ്കിലും എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന കാരണം നമ്മൾ എന്തെങ്കിലും എല്ലാവരും അവരവരെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും കൊടുക്കാറുണ്ട് സാമ്പത്തികമായിട്ട്. അപ്പോൾ അതൊന്നും ഞാൻ പോയിട്ട് ഇവയും കൂട്ടിയിട്ട് പോയിട്ട് കൊടുത്തിട്ട് പോന്നു കേട്ടോ. ഇവിടെ വന്ന് ഞാൻ ഡ്രസ്സ് മാറാൻ പോലും എനിക്ക് നേരം ഉണ്ടായില്ല. എല്ലാം കഴിച്ച് ഞാൻ പോയത്. അങ്ങനെ ഡ്രസ്സ് മാറാൻ പോലും സമയം ഉണ്ടായില്ല. അമ്മയ്ക്ക് വയ്യ തോന്നി കൊണ്ടുപോയി സോഡിയം കയറ്റി. ഡോക്ടർക്ക് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു സോഡിയം കുറഞ്ഞിട്ടുണ്ട്, എന്തായാലും ബ്ലഡിൻ്റെ റിസൾട്ട് വരണേക്കാൾ മുന്നേ നമുക്ക് ഡ്രിപ്പ് ഇടാമെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ വെറുതെ നമ്മൾ NS ആണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് സോഡിയം കയറി വൈകുന്നേരം വരെ അതുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വോമിറ്റിങ്. അപ്പോൾ എനിക്ക് തോന്നി സാറിങ്ങനെ ഗ്യാസ് ഉണ്ടോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഗ്യാസിനുള്ളത് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇയർ ബാലൻസിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എന്തെന്നാ പറയുക, ഓടിയിട്ട് എനിക്ക് വയ്യ എന്ന് പറയുന്നൊരവസ്ഥ എന്ന് മാത്രമല്ല. അപ്പോൾ എന്നോട് എല്ലാവരും പറയും ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉത്കണ്ഠ വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയെന്ന് എല്ലാവർക്കും പറയുന്നവർക്ക് പറയാം. ഞാൻ ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയാം കേട്ടോ. രാത്രി നമ്മൾ നമുക്ക് മനസ്സ് വിട്ടൊന്ന് ഉറങ്ങുക എന്ന് പറയില്ലേ, അങ്ങനെ ഉറങ്ങാൻ പോലും എനിക്ക് പറ്റണില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ പ്രജിയുള്ള കാരണം അവളെന്ത് ചെയ്യും, രാവിലെ ഇപ്പം നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആവുന്ന സമയത്ത് ഭക്ഷണം നമുക്ക് കഴിക്കണില്ല എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കഞ്ഞിവെള്ളമായിട്ടും ബാർലി വെള്ളമായിട്ട് അതിനെ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ കഞ്ഞിവെള്ളം ഇതൊക്കെ രാവിലെ തന്നെ നേരത്തെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ പിന്നെ രുക്കുള്ള കാരണം രുക്ക് എന്നിട്ട് ഓട്ടോ വിളിച്ചിട്ട് എനിക്ക് കൊടുന്നു തരും കേട്ടോ. ഈസ്റ്ററിൻ്റെ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞായറാഴ്ചയാണെന്ന് മാത്രമല്ല വണ്ടികളും കിട്ടാനില്ല, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കടകളും ഇല്ലായില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല രാത്രി ഇപ്പം അബി ഓഫീസ് പോയത് കൊണ്ട് ഞാൻ പറഞ്ഞു പകല് ഞാൻ അവനെ ഡ്യൂട്ടിയാണ്, അവനെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഓട്ടോ ഒക്കെ വിളിച്ച് പോകും. പക്ഷെ രാത്രി നമുക്കൊരാവശ്യം വന്നാൽ അവളുള്ളത് നമുക്കൊരു ഫലമാണേ. അപ്പോൾ ഇപ്പോൾ അവൾ ഓഫീസ് പോയത് കൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ 2-3 വീട്ടിൽ ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചു, എന്താ അത്യാവശ്യം ഉണ്ടെങ്കിലും ഞാൻ രാത്രി നിങ്ങളെന്നെ ബുദ്ധിമുട്ടിക്കുന്നു പറഞ്ഞു വെച്ച കാരണം അവരൊക്കെ പറഞ്ഞു ചേച്ചി ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടത്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവരെ വിളിക്കാൻ സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടായിരുന്നു രാത്രിയിൽ. പക്ഷെ എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ രാത്രി അങ്ങനെ വിളിച്ച് നമ്മൾ പോയി. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ സ്വന്തം സ്ഥാപനം എന്ന് പറയുന്ന പോലെ, എൻ്റെ സ്വന്തം സഹോദരങ്ങൾ എന്ന് പറയുന്ന പോലെ സ്റ്റാഫുകളാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നമുക്ക് അത്രയും ഹെൽപ്പുള്ളത് കൊണ്ടും അങ്ങനെയൊക്കെ നമുക്കൊരു ഒരുപാട് കേട്ടോ അടുത്താണ് കൊണ്ട് ഓടിയെത്താനും ഒക്കെ എന്നുള്ളത് കൊണ്ട് അതാണ് ഒരു ആശ്വാസം കേട്ടോ. എല്ലാവരും എന്നെ ചീത്ത പറയണം, അവിടെ ചെല്ലുമ്പോഴും ചീത്ത പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ക്ഷീണമായി, ചേച്ചിക്ക് വയ്യാതെയായി, ചേച്ചി അമ്മേനെ അങ്ങനെ നോക്കുന്നുണ്ട്, ചേച്ചിക്ക് ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന്. പിന്നെ എനിക്ക് ഡ്രിപ്പ് ഇടേണ്ടി വരുമെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് എനിക്ക് നല്ലപോലെ തലചുറ്റിലും ക്ഷീണമൊക്കെ കേട്ടോ. കാരണം നേരത്തെ ഭക്ഷണം കഴിക്കണില്ല, ഉറക്കമില്ല, അങ്ങനെയൊക്കെ കൂടിയായിട്ടാവുമ്പോൾ എനിക്കിങ്ങനെ ആവുകയാണ് കേട്ടോ. മനസ്സ് വിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തിനാ അങ്ങനെ നോക്കിയിരിക്കണേ നിങ്ങൾ ചോദിക്കും. അത് വേറൊന്നല്ല, സോഡിയം കുറഞ്ഞു അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ തലചുറ്റിലൊക്കെ ഉള്ളത് കാരണം എങ്ങാനും ഞാൻ മയങ്ങി പോണ സമയത്താകുമ്പോൾ ബാത്റൂമിലേക്ക് എഴുന്നേൽക്കും എന്നുള്ളൊരു ഒറ്റ പേടിയാണ് എനിക്ക് കേട്ടോ. ഞാൻ ഈ പറയുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും കേട്ടോ, അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല പറയുന്നത്, എന്തിനാ അങ്ങനെ ഉറക്കടിക്കണേ, അല്ലെങ്കിൽ എന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണത്. നമ്മൾ ജനിച്ചാൽ മരിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഏതൊരു വ്യക്തിക്കും പ്രായം കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ. ആർക്കും എപ്പോഴാണ് എന്താ സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് മാനസികമായിട്ട് നമ്മുടെ കൺമുന്നിലിരുന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, അതായത് ഇങ്ങനെ സോഡിയം കുറഞ്ഞ് തലചുറ്റിലുള്ള ഒരാൾ എഴുന്നേറ്റ് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് തന്നെയായാലും ഞാൻ തന്നെ ബുദ്ധിമുട്ടണം. അപ്പോൾ ഇനി കൂടുതലും എന്നെക്കൊണ്ട് വയ്യ, എനിക്ക് ശാരീരികമായിട്ടും വയ്യ മാനസികമായിട്ടും വയ്യ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മനസ്സിന് നമ്മൾ സന്തോഷം കിട്ടുന്നൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും ഞാൻ ഓരോ വീഡിയോ ഇടുകയാണ് എന്നുള്ളതാണ് പറയാറുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴും അതുപോലെ എൻ്റെ മനസ്സിലെ കുറച്ച് വിഷമങ്ങൾ മുഴുവനായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളോടൊക്കെ പങ്കുവെക്കാനും പറ്റുന്നത് കൊണ്ടാണ് ഒരു ആശ്വാസം ഞാൻ എപ്പോഴും പറയും. പക്ഷേ ആ ഒരു ആശ്വാസം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോലുള്ള ഒരു മാനസികാവസ്ഥ, ഈ ഉറക്കൊഴിച്ചിരുന്നിട്ടും അതുപോലെ ഭക്ഷണം കഴിക്കാതെയും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തലവേദന വിട്ടുപോകാതെ ഭയങ്കരമായിട്ട് കേട്ടോ. അപ്പോൾ 3-4 ദിവസമായി എല്ലാവരും എന്നെ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ.
പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാകുമ്പോൾ എനിക്ക് എല്ലാവരോടും ദേഷ്യമല്ല, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തൊരവസ്ഥ. എന്നാൽ ഉറക്കം വരുമോ, ഉറക്കം വരില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ കുറേ കൃഷികളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് എനിക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം, അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളക്കുട്ടനൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഒരു കുമ്പളക്കുട്ടനെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. മത്തൻ പൂലുകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അതേ ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട കയ്പയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ, കാണുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ ജീവിതത്തിൽ അല്ലേ. കുറേ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ തന്നെയാണ് എപ്പോഴും ശ്രദ്ധിക്കുക. പക്ഷേ ആ സന്തോഷവും സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടൊരു സമാധാനം കിട്ടിയാൽ തന്നെ പറ്റുള്ളൂ അല്ലേ. ആ മാനസികമായിട്ടൊരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. സാമ്പത്തികവും വേണം, മാനസിക സമാധാനം വേണം. എന്നാൽ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ഒരു മനസ്സ് വിട്ടുറങ്ങാനും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് ചിരിച്ച് കളിച്ച് സംസാരിക്കാനും ഒക്കെ ഒരു ഇത് വരുള്ളൂ അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കങ്ങനെ ആരോടും സംസാരിക്കാനോ ഒന്നും പറയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാവും അല്ലേ. അപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവുമോ എനിക്കറിയില്ല, എന്താണെന്നുള്ളത് എനിക്ക് പറയാനും അറിയില്ല കേട്ടോ. അപ്പോൾ ഉണ്ട പച്ചമുളക് ഉണ്ട്, അത് കാണിച്ചതാണ്, ഞാൻ കാണുന്നുണ്ടോ. എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയണില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളിത്തോലുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ, വളമായിട്ട് ഇതൊക്കെ ഇരുന്നോട്ടെ, വേറെ വളങ്ങളൊന്നും ചേർക്കണില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഒരു കാണുമ്പോൾ ഒരു സന്തോഷം. പക്ഷേ ഇത് കണ്ട് ആസ്വദിക്കാൻ പോലും ഇപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് പറ്റണില്ല. മനസ്സുകൊണ്ട് പറ്റണില്ല വെച്ചാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ അടുത്തേക്കൊന്നും വരാനുള്ളൊരു സാഹചര്യമോ ഒന്നും കിട്ടണില്ല കേട്ടോ. വരാനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഇവരെ എഴുന്നേൽക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ബാത്റൂമിലേക്കൊക്കെ പോയിട്ട് ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായി. ഇപ്പോൾ എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കും എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കണം ചോദിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ടെൻഷൻ അടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. എങ്ങാനും ഞാൻ മനുഷ്യനല്ലേ, എത്രയും ക്ഷീണം തളർച്ചയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഞാനൊന്ന് നമ്മളൊന്നിങ്ങനെ കണ്ണടച്ച് പോവില്ലേ, അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങിപ്പോയാൽ, എപ്പോഴെങ്കിലും ഞാനൊന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എഴുന്നേൽക്കുമെന്ന്. ഇന്നുണ്ടായി 6 മണി വരെ ഞാൻ ഉറക്കൊഴിച്ചിരുന്നു. ആ 6 മണിക്ക് ഞാൻ ഒന്ന് കണ്ണടച്ചു കേട്ടോ. ഇഞ്ചക്ഷന് വരേണ്ട സമയമായി, എന്നാലും ശരി ഒന്ന് കണ്ണടക്കട്ടെ വെച്ചിട്ട് കടന്നത് തന്നെയാണ്. ആ സമയം കൊണ്ട് അമ്മ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി വാതിലടച്ചു. അപ്പോൾ എങ്ങനെയുണ്ട്, ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒന്ന് കുളിക്കാനായിട്ട് കുളിമുറി കയറാൻ പോലും ഇപ്പോൾ പേടിയാണ്. മിനിങ്ങാന്ന് അങ്ങനെ കുളിക്കാൻ ഞാൻ കയറിയ സമയത്താണ് അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായത്. മിനിങ്ങാന്നല്ല, വെള്ളിയാഴ്ച. അപ്പം അതുപോലെ തന്നെ അപ്പം നമുക്ക് പേടിയാണ് കയറാനായിട്ട്. എന്താ സംഭവിക്കുക, ഒരാൾ കൂടെ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ എന്നുള്ളതല്ലേ. പ്രജില്ലോണ്ട് കുഴപ്പമില്ല കേട്ടോ, അതല്ല പറഞ്ഞത്. നീനയുടെ വീട്ടിൽ പോയേക്കാണ്, നീനല്ല 10 ദിവസം നിൽക്കാനായിട്ട് പോയേക്കാണ്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളാണ്. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, അല്ലെങ്കിൽ ആർക്കാ അത് മനസ്സിലാവുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, ഞാൻ നന്നായി ക്ഷീണിച്ചു, എനിക്ക് വയ്യാതെയായി എന്ന് എല്ലാവരും പറയുകയാണ്. ശരിയാണ്, പക്ഷേ എൻ്റെ അവസ്ഥ എനിക്കേ അറിയുള്ളൂ. എന്തൊക്കെ ആവട്ടെ അല്ലേ, അങ്ങനെയൊക്കെ നീങ്ങി പോട്ടെ, ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്നാലും അമ്മയ്ക്ക് വേണ്ടതായ രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ മനസ്സിലാക്കുന്നവരോട് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എനിക്ക് അമിതമായ ഉത്കണ്ഠയോ അല്ലെങ്കിൽ അമിതമായ ടെൻഷനോ അല്ല. എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. ഹോസ്പിറ്റലിൽ കിടക്കണ പോലെയല്ല അമ്മ വീട്ടിൽ കിടക്കുക. വീട്ടിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മയുടേതായ ഇഷ്ടത്തിന് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് അടുക്കളയിലേക്ക് പോയി ആ നേരം കൊണ്ട് ചിലപ്പോൾ കട്ടിൻ്റെ മുകളിൽ നിന്ന് ചാടി നീക്കും കേട്ടോ. അപ്പോൾ എനിക്കത് പേടിച്ചിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ കുറേ ദിവസങ്ങളായില്ലേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് വന്നതാണ്. ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം. ബൈ, സീ യു.